Welcome my dear students to our next class of management theory and practices. Okay, അപ്പോൾ നമുക്കൊന്ന് കുറച്ച് വേഗം കഴിഞ്ഞ ക്ലാസ് ഒന്ന് വേഗം ഓടിച്ച് നോക്കിയിട്ട് വേഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺട്രോളിങ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? കൺട്രോളിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവിടെ വാട്ട് ഈസ് കൺട്രോളിങ് എന്നുള്ളത് കണ്ടു, ഡെഫിനിഷൻ ഓഫ് കൺട്രോളിങ് കണ്ടു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കണ്ടു, നേച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺട്രോളിങ് ആൻഡ് വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് കൺട്രോളിങ് സിസ്റ്റം. ഇത്രയും നമ്മൾ അതിൽ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ നിങ്ങളതൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. പഠിച്ചിട്ടില്ലെങ്കിലും ഒന്ന് വായിച്ച് അതിൻ്റെ ഒന്ന് ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് കാണേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ വൈ കൺട്രോൾ ഈസ് സോ മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ മാനേജറിയൽ ഫങ്ഷൻസും ആൻഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ദാറ്റ് ഈസ് സ്റ്റെപ്സ് ഇൻ ദി കൺട്രോൾ പ്രോസസ് എന്നുള്ളതാണ് പിന്നെ കാണുന്നത്. പിന്നെ നമ്മളൊരു ടോപ്പിക്കാണ് ദാറ്റ് ഈസ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ. ഇപ്പോൾ 2 മാർക്കിനും 4 മാർക്കിനും ചോദിക്കാറുള്ളതാണ് വാട്ട് ഈസ് മെൻ ബൈ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നുള്ളതും ആൻഡ് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോൾ. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ടുഡേയ്സ് ക്ലാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും നേരം വയ്ക്കേണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കൺട്രോളിങ്ങിൻ്റെ എന്തുകൊണ്ടാണ് കൺട്രോളിങ് ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു നമ്മൾ കൺട്രോളിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിലെ ലാസ്റ്റ് ഫങ്ഷനാണ് അല്ലേ? അത് ഇൻഡിസ്പെൻസിബിൾ എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൽ ഇൻഡിസ്പെൻസിബിൾ എന്നതാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫങ്ഷനാണെന്നാണ് പറയണത്. അതായത് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് തന്നിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ റോട്ടിൽ പോകുമ്പോൾ നമുക്ക് ട്രാഫിക് സിഗ്നൽസുകൾ ഉണ്ടാവില്ലേ? അതായത് ട്രാഫിക് സിഗ്നൽസ് എന്താണ്, നമ്മളെ കൺട്രോൾ ചെയ്യാനും നമ്മൾ ഓടിക്കുന്ന വണ്ടികൾ കൺട്രോൾ ചെയ്യാനും. അതേപോലെ തന്നെയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. ദാറ്റ് ഇറ്റ് ഗൈഡ്സ് ദ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ക്ലിയർ? അപ്പോൾ അതാ കമ്പാരിസൺ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. റോഡിൽ ഒരു സിഗ്നൽസും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നേരെ പോകേണ്ടവരും റൈറ്റ് പോകേണ്ട ലെഫ്റ്റ് പോകേണ്ട തോന്നിയ പോലെയാണെങ്കിൽ ആക്സിഡൻസിൻ്റെ ചാൻസ് കൂടുതലാണ് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് ആ ഇമ്പോർട്ടൻസ് തന്നെയാണ് എന്തുള്ളത് ദാറ്റ് ഈസ് കൺട്രോളിങ്ങിനുള്ളത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഓഫേഴ്സ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ്. ഇപ്പോൾ അഡ്വാൻറ്റേജസ് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് തന്നെ എഴുതാം കേട്ടോ. ഫസ്റ്റ് പറയണത് എഫിഷ്യൻറ്റ് എക്സിക്യൂഷൻ. ആദ്യം പറയണത് എന്താണ്? എഫിഷ്യൻറ്റ് എക്സിക്യൂഷൻ എന്നാണ് പറയുന്നത്. കൺട്രോൾ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രീ റിക്വസിറ്റ് ഫോർ ദി എഫിഷ്യൻറ്റ് ആൻഡ് ഇഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പ്രീ ഡിറ്റർമിൻഡ് പ്ലാൻ. കൺട്രോൾ എന്താണെന്നാണ് പറയണത്? ഒരു നമ്മൾ പ്ലാൻ ചെയ്ത് മുൻകൂട്ടി പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന് ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിയന്ത്രണം ആവശ്യമാണ് അല്ലേ? അതായത് കൃത്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചില കൺട്രോളിങ് മെഷേഴ്സൊക്കെ എടുത്തുകൊണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ എഫിഷ്യൻ്റ് ആൻഡ് ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയണത്. കാരണം എന്താണ്? ഇറ്റ് വിൽ ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ ഡീവിയേഷൻസ്, പിൻ പോയിൻറ്റിങ് ദ റീസൺസ് ഫോർ ദ ഡീവിയേഷൻസ് ആൻഡ് ടേക്കിംഗ് ഇമീഡിയറ്റ് റെമീഡിയൽ മെഷേഴ്സ് അല്ലേ? ഈ 3 കാര്യങ്ങൾ. അപ്പോൾ എന്ത് കൺട്രോളിങ്ങിനെ കുറിച്ച് എഴുതുമ്പോൾ ഈ 3 എലമെൻറ്റുകൾ തന്നെയാണ് അവിടെ വരുന്നത്. ഈ 3 കാര്യങ്ങൾ തന്നെയാണ് അവിടെ നമ്മൾ ദാറ്റ് ഈസ് ഫോക്കസ് ചെയ്ത് പറയേണ്ടത്. അപ്പോൾ എഫിഷ്യൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് എന്താണെന്നാണ് പറയണത്? കൺട്രോളിങ് എന്ത് ചെയ്യും? ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നു. അതിൻ്റെ റീസൺസ് എന്താണെന്ന് പിൻ പോയിൻ്റ് ചെയ്ത് തരുന്നു, കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ഉടനടി നമുക്ക് എന്ത് ചെയ്യാം? അതിനുള്ള റെമീഡിയൽ മെഷേഴ്സ് എടുക്കുന്നു. റെമീഡിയൽ എന്ന് പറഞ്ഞാൽ അതിനുള്ള പോം വഴി എന്താണെന്ന് കണ്ടെത്തുന്നു. അതാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഈസ് കൺട്രോളിങ് ഹെൽപ്സ് ഇൻ ഡെലിഗേഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നമുക്കൊന്ന് റീകോൾ ചെയ്യാനുണ്ട് അല്ലേ? വാട്ട് ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നുള്ളതൊന്ന് അവിടെ ഓർമ്മയില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണം, നല്ലതാണ്. ഇങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾ യു ആർ ജസ്റ്റ് മേക്കിംഗ് എ റിവിഷൻ കേട്ടോ, അതിൻ്റെ ഒപ്പം റിവിഷൻ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അതായത് കൺട്രോളിങ് മീനിങ് ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ ഇറ്റ് ഈസ് പ്രിസീഡഡ് ബൈ പ്രോപ്പർ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതായത് എന്താണ് അതിന് കൃത്യമായിട്ട് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, പ്രിസീഡഡ് എന്നാണ്, സക്സീഡഡ് എന്നല്ല, പ്രിസീഡഡ്. അപ്പോൾ അതിന് മുൻപ് കൺട്രോളിംഗ് എന്നുള്ള ഫംഗ്ഷന് മുൻപ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കൺട്രോൾ എന്ന് പറയുന്നത് വളരെ മീനിങ് ഫുൾ ആയിരിക്കുമെന്നാണ് പറയണത്. ആൻഡ് ദസ് ഇറ്റ് നെസസിറ്റേറ്റ്സ് ദ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി to employees at lower levels and they can develop a sense of involvement in the working of the enterprise. അതായത് വർക്കേഴ്സിന് നമുക്ക് ശരിയായിട്ട് നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് അതോറിറ്റി ഒക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ നമ്മളൊരു മനുഷ്യരെ നിയന്ത്രിക്കാൻ പോയാൽ ചിലപ്പോൾ പറയും താൻ എൻ്റെ പണി നോക്കുന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മൾ പറയും അല്ലേ, എന്നെയാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയല്ല. അപ്പോൾ അതിന് മുൻപ് തന്നെ അവർക്കൊരു അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക, അവരെ റെസ്പോൺസിബിൾ ആക്കുക അല്ലേ? അതോറിറ്റിയുടെ കൂടെ തന്നെ പോകുന്ന എന്താണ്? റെസ്പോൺസിബിലിറ്റിയാണ്. അവർ റെസ്പോൺസിബിൾ ആക്കുക. റെസ്പോൺസിബിൾ ആക്കുമ്പോൾ റെസ്പോൺസിബിൾ ആവണമെങ്കിൽ അതോറിറ്റി കൊടുക്കണം അല്ലേ?
ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ദേ വിൽ ഹാവ് ദ ഫീലിംഗ്, അവർക്കൊരു ഫീലിംഗ് ഉണ്ടാവും. ദാറ്റ് ഈസ് എന്താണ്, ഐ ആം ഓൾസോ എ പാർട്ട് ഓഫ് ഇറ്റ് എന്ന രീതിയിലൊരു ഫീലിംഗ് വരും. അപ്പോൾ അവർക്ക് അതനുസരിച്ചിട്ട് അപ്പോൾ നമ്മൾ അവരെ ഒന്ന് നിയന്ത്രിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ എനിക്ക് അത് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നിൽ ഇങ്ങനെയുള്ള ചില കൺട്രോളിങ് മെഷേഴ്സ് എടുക്കുന്നത് എന്നുള്ള ചിന്ത അവരിലേക്ക് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ലോവർ ലെവൽസിൽ അപ്പോൾ അവർക്ക് സ്വയം ഒരു സെൻസ് ഓഫ് ഇൻവോൾവ്മെൻറ്റ് ആ ജോലിയോട് തോന്നും. അപ്പോൾ അവരതനുസരിച്ചുള്ള കൺട്രോളിങ് മെഷേഴ്സ് അനുസരിച്ച് തന്നെ ആ വർക്ക് കൃത്യമായിട്ട് ചെയ്യും. ക്ലിയർ? തേർഡ് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ബേസിസ് ഫോർ ഫ്യൂച്ചർ ആക്ഷൻ അല്ലേ. ഇതൊക്കെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിലും അതുപോലെ തന്നെ നമ്മളതിൻ്റെ എന്താണ് നമ്മൾ പഠിച്ചത് എസെൻഷ്യൽസിലൊക്കെ പഠിച്ചു പോയ ചില കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് പറയുന്നത്, ഇറ്റ് ഈസ് എ ബേസിസ് ഫോർ ഫ്യൂച്ചർ ആക്ഷൻ എന്നാണ് പറയുന്നത്. കൺട്രോൾ പ്രൊവൈഡ്സ് എ ഫ്യൂച്ചർ ഫോർ ഫ്യൂച്ചർ ആക്ഷൻ. ഇറ്റ് റെഡ്യൂസസ് ദ ചാൻസസ് ഓഫ് ഫ്യൂച്ചർ മിസ്റ്റേക്സ് ബൈ സജസ്റ്റിംഗ് പ്രിവെൻറ്റിംഗ് മെഷേഴ്സ് സജസ്റ്റ് ചെയ്തുകൊണ്ട്. അതായത് കൺട്രോളിങ്ങിൽ നമ്മൾ ചില മുൻകൂട്ടി തന്നെ പറയും ഇന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഇന്ന മെഷേഴ്സ് എടുക്കുക, എന്നാലും അല്ലെങ്കിൽ ചിലപ്പോൾ അതായത് പ്രത്യേകിച്ച് ചിലപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവും, ആ ഭാഗങ്ങളിലായിരിക്കും ചില തെറ്റുകൾ വരാൻ സാധ്യത, അല്ലെങ്കിൽ അവിടെയാണ് നമുക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യത എന്ന രീതിയിലുണ്ടായിരിക്കാം. അപ്പോൾ മുൻകൂട്ടി തന്നെ സജഷൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് കൺട്രോളിങ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഫ്യൂച്ചർ ഓറിയൻ്റ് ആണ്. അത് മുൻകൂട്ടി തന്നെ നമുക്ക് ആ ഒരു സ്റ്റേജിലെത്തും പറയും ഇവിടെയാണ് നമുക്ക് സാധാരണ ഒരു വീഴ്ച പറ്റാറ്, തെറ്റ് പറ്റാറ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി ചെയ്യൂ കേട്ടോ. കണ്ട, ഫ്യൂച്ചറാണ്, കാരണം നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയണത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ വൺ ഓഫ് ദി അഡ്വാൻറ്റേജസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ആക്ഷൻസ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണെന്നാണ് പറയണത്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിങ്ങിനെ ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Whenever there is a deviation of actual performance from the standard, controls helps in deciding future course of action എന്നാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ ഫെസിലിറ്റേറ്റ്സ് ഫോളോ അപ്പ് ഡിസിഷൻസ്. അതായത് എപ്പോൾ ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് പറയണത്, നമുക്കവിടെ ആ നിയന്ത്രണം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉടനടി അവിടെ എന്ത് ചെയ്യാം, കൺട്രോളിങ് മെഷേഴ്സ് എടുക്കണം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് അവിടെ എന്താണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഡീവിയേഷൻ, ആ റീസൺ എന്താണെന്നുള്ളതും എന്താണ് എടുക്കേണ്ട റെമീഡിയൽ മെഷേഴ്സ് എന്നുള്ള തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ്, അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ പറ്റിക്കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എങ്ങനെയാണിതൊന്ന് ചെയ്യേണ്ടത്, എങ്ങനെയാണിതൊന്ന് ഓവർകം ചെയ്യേണ്ടത്, ഒരു ഫോളോ അപ്പ് ഡിസിഷൻസ് എടുക്കാനും ഏത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് നമ്മുടെ കൺട്രോളിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡീസെൻട്രലൈസേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു ഒന്ന് റീകോൾ ചെയ്യാൻ, റിവിഷനിലേക്ക് പോകേണ്ടതാണ്. വാട്ട് ഈസ് സെൻട്രലൈസേഷൻ ആൻഡ് വാട്ട് ഈസ് ഡീസെൻട്രലൈസേഷൻ അല്ലേ. സെൻട്രലൈസേഷൻ വേഴ്സസ് ഡീസെൻട്രലൈസേഷൻ ഒക്കെ നമ്മൾ മുൻപുള്ള മൊഡ്യൂൾസുകളിൽ കണ്ടുപോയിട്ടുണ്ട്. ഓർമ്മ വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്നെടുത്ത് മറിച്ച് നോക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. ഞാൻ അപ്പം നിങ്ങളവിടെ ഒന്നുകൂടി തറവാക്കിയത് എന്താണെന്നാണ് പറയുന്നത്, ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി ഈസ് നെസസറി ഫോർ ബിഗ് ഓർഗനൈസേഷൻ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. വലിയ ഓർഗനൈസേഷൻസ് ആകുമ്പോൾ ഡീസെൻട്രലൈസേഷൻ വേണം, അവിടെ സെൻട്രലൈസേഷൻ നടക്കില്ല. അതായത് ഒരാൾക്ക് തന്നെ ഇരുന്ന് എല്ലാം, ഒരു വലിയ ഓർഗനൈസേഷനിലൊക്കെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിക്ക് തന്നെ നോക്കാമെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി അല്ലേ, ഈസി ടാസ്ക് അല്ല. അപ്പോൾ വലിയ വലിയ ഓർഗനൈസേഷൻസിലാണെങ്കിൽ അവിടെ ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ഡീസെൻട്രലൈസേഷൻ അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് കനോട്ട് ഡെലിഗേറ്റ് അതോറിറ്റി without ensuring proper controls. Various control techniques permit decentralization, retaining control at higher levels. എന്താണെന്നാണ് പറയുന്നത്. അതായത് ഈ ഡീസെൻട്രലൈസേഷനിൽ നമ്മൾ പറഞ്ഞു, ഡീസെൻട്രലൈസേഷനിലാണ് എന്ത് വരിക, ഡെലിഗേഷൻ വരിക എന്ന് പറഞ്ഞു. സെൻട്രലൈസേഷനിൽ ഡെലിഗേഷൻ ഉണ്ടാവുമോ? കോൺസെപ്റ്റ് മനസ്സിലായവർക്ക് ഇപ്പോൾ ഇവിടെ യെസ് ഓർ നോ എന്ന് പറയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോഴാണ് അവിടെ കൺട്രോളിങ് വരുന്നത് എന്നുള്ളത് നമ്മളൊരു പഠിച്ചു ഇപ്പോൾ തന്നെ അല്ലേ. അപ്പോൾ നമ്മളവിടെ സെൻട്രലൈസേഷൻ മാത്രമാണ് ഒരു മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ അവിടെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി നടക്കില്ല. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അവിടെ കറക്റ്റ് ഇല്ലെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു കൺട്രോളിങ് എളുപ്പമല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ കൺട്രോളിങ്ങിൻ്റെ പല ടെക്നിക്സുകൾ എന്താണെന്നാണ് പറയുന്നത്, ഡീസെൻട്രലൈസേഷനെ പെർമിറ്റ് ചെയ്യണതാണ്. അപ്പോൾ നമ്മളവിടെ കൺട്രോളിംഗ് എന്നുള്ളത് കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ പല കൺട്രോൾ ടെക്നിക്സും എന്താണ് ആവശ്യപ്പെടുന്നത്, ഡീസെൻട്രലൈസേഷനാണ് ആവശ്യപ്പെടുന്നത്. കാരണം അവിടെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആവശ്യമാണ്, എന്നാലാണ് അവിടെ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, ദാറ്റ് ഈസ് ഡീസെൻട്രലൈസേഷൻ ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യുന്നതാണ് ദാറ്റ് ഈസ് എന്തെന്ന് പറയുന്നത്, കൺട്രോളിങ് എന്ന്. അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്, കൺട്രോളിങ് സഹായിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വൺ ഓഫ് ദ അഡ്വാൻറ്റേജസ് നമുക്ക് പറയാം. ക്ലിയർ?
നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ. ഇതാണ് കോർഡിനേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ കോമൺ പോയിന്റ് ആണ്, നിങ്ങൾക്ക് എല്ലാത്തിലും എഴുതി വെക്കാം. കൺട്രോൾ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പരസ്പര സഹകരണം ഇല്ലാതെ കൺട്രോളിങ് നടത്താനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. കൺട്രോൾ ഹെൽപ്സ് ഇൻ കോർഡിനേറ്റിംഗ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ത്രൂ യൂണിറ്റി ഓഫ് ആക്ഷൻ. യൂണിറ്റി ഓഫ് ആക്ഷൻ എന്താണ്? ഒത്തൊരുമയോടുകൂടി എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോടുകൂടി ചെയ്യണം. അതുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നിയന്ത്രണം എന്നുള്ളത് അവിടെ കൊണ്ടുവരാൻ എല്ലാവർക്കും ഒരേപോലെ എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പോൾ അതാണ് ഫെസിലിറ്റേറ്റ്സ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞു, ഫെസിലിറ്റേറ്റ്സ് ഡീസെൻട്രലൈസേഷൻ പറഞ്ഞു, നെക്സ്റ്റ് ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് ദ എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ദാറ്റ് ഈസ് കൺട്രോളിങ് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ അത് വൺ ഓഫ് ഇറ്റ്സ് അഡ്വാൻറ്റേജ് ആണെന്നാണ് പറയുന്നത്. വേരിയസ് കൺട്രോൾ ഡിവൈസസ് ആക്ട് ആസ് മോട്ടിവേറ്റേഴ്സ് ടു മാനേജേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കൺട്രോളിങ് ഡിവൈസസും ടെക്നിക്സ് ടൂൾസ് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ചില കൺട്രോളിങ് ടെക്നിക്സുകളാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ മാനേജേഴ്സിനെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് മോട്ടിവേറ്റേഴ്സ് ടു മാനേജേഴ്സിനെ മോട്ടിവേറ്റിംഗ് ഒരു ഫാക്ടറായിട്ട് അത് ആക്ട് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ദി പെർഫോമൻസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് റെഗുലർലി മോണിറ്റേർഡ് ആൻഡ് ഷോർട്ട് കമ്മിങ്സ് കറക്റ്റഡ് ദൻ ആൻഡ്. അതായത് ആൻഡ് ബൈ യൂസിങ് ദിസ്, അതായത് മാനേജേഴ്സിനെ അത് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ബൈ യൂസിങ് ദിസ് കൺട്രോളിങ് ടെക്നിക്സ് അല്ലെങ്കിൽ ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. മാനേജർ ഈസ് ഏബിൾ ടു മെഷർ ദ പെർഫോമൻസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ. അവരെ പെർഫോമൻസ് റെഗുലർലി മോണിറ്റർ ചെയ്യാനും റെഗുലർലി അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും അതനുസരിച്ച് എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്യാനും മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ ആ ടെക്നിക്ക് അവിടെ അഡോപ്റ്റ് ചെയ്താൽ മതി. ആ ടെക്നിക്ക് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ദാറ്റ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ക്ലിയർ. നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് സിംപ്ലിഫൈസ് ദ സൂപ്പർവിഷൻ എന്നാണ് പറഞ്ഞത് അല്ലേ. സൂപ്പർവിഷൻ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ പഠിച്ചു കഴിഞ്ഞു. ആരാണ് സൂപ്പർവൈസർ എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ പറയുന്നത് സൂപ്പർവിഷനെ സിംപ്ലിഫൈ ചെയ്യാനും കൺട്രോളിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. കൺട്രോൾ സിംപ്ലിഫൈസ് സൂപ്പർവിഷൻ ബൈ പിൻ പോയിൻറ്റിങ് സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു എല്ലാ ഡീവിയേഷൻസും ഒന്നും റിപ്പോർട്ട് ചെയ്യാറില്ല. അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീവിയേഷൻസേ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരാറുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കൺട്രോൾ എന്നുള്ളത് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, സൂപ്പർവിഷൻ ഒന്ന് എളുപ്പമാക്കുകയാണ്. കാരണം ഈ ഡിവൈസ് അവിടെ നമ്മൾ ഇതിൻ്റെ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഡീവിയേഷൻസ് ഒക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ സൂപ്പർവൈസ് ചെയ്യുന്നവർക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അവർക്കത് കൃത്യമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പിൻ പോയിൻ്റ് ചെയ്യാൻ അത് ഫോക്കസ് ചെയ്ത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് കീപ്സ് ദ എംപ്ലോയീസ് അണ്ടർ ചെക്ക് ആൻഡ് ബ്രിങ്സ് ഡിസിപ്ലിൻ. എന്താണ്? അപ്പോൾ എംപ്ലോയീസിനെ എപ്പോഴും റെഗുലർലി ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടും അവരൊരു ഡിസിപ്ലിനിലേക്ക് ഒരു പെരുമാറ്റച്ചട്ടം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ ആ ഒരു വർക്കിംഗ് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയാം സൂപ്പർവിഷൻ അതിലത് ദാറ്റ് ഈസ് എപ്പോഴും സൂപ്പർവൈസർ അവരിങ്ങനെ നോക്കി ഒബ്സർവ് ചെയ്യണമെന്നില്ല. നമ്മൾ ഓൾറെഡി കുറച്ച് കൺട്രോളിങ് ടെക്നിക്സുകളോ അതുപോലെ തന്നെ ടൂൾസുകളോ അവിടെ നമ്മൾ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർവൈസർക്ക് വലിയ ഒബ്സർവേഷനൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മോണിറ്ററിംഗ് ഒന്നും ഇല്ലാതെ തന്നെ അവരുണ്ടാക്കുന്ന ഡീവിയേഷൻസ് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് സിംപ്ലിഫൈസ് സൂപ്പർവിഷൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇറ്റ് ഇംപ്രൂവ്സ് എംപ്ലോയി മൊറേൽ എന്നാണ് പറയുന്നത്. എംപ്ലോയിയുടെ മൊറേൽ കൂട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, കാരണം അതിൻ്റെ വൺ ഓഫ് ദി എസെൻഷ്യൽസിൽ പറഞ്ഞതാണ് അല്ലെ, ഒരു നല്ല കൺട്രോളിങ് സിസ്റ്റം എപ്പോഴും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് മോട്ടിവേഷനും മൊറേലും എപ്പോഴും കണക്റ്റഡ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. കൺട്രോൾ മെഷേഴ്സ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് ദ ഡീവിയേഷൻസ്. അപ്പോൾ കണ്ട എല്ലാത്തിലും ഈ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അതേ ഉള്ളൂ, കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡീവിയേഷൻസ് കണ്ടുപിടിക്കുക, അതിനുള്ള റീസൺസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദിസ് ബൂസ്റ്റ് ദ morale of workers because they know the obstacles in work performance which will be quickly removed. അപ്പോൾ അവരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ വർക്കേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു അനുഗ്രഹമാണ്. അങ്ങനെ എവിടെയാണ് ഫോൾട്ട് ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഫോൾട്ട് ഓൾറെഡി പെട്ടെന്ന് തന്നെ നമുക്ക് സൂപ്പർവൈസർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഫോൾട്ട് അവിടെ എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സിന് ബുദ്ധിമുട്ടാണ്. ഹി വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഓർ ഷീ വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ എന്നുള്ളതായി മാറും അല്ലേ. അപ്പോൾ അതുകൊണ്ടല്ല, അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു കൺട്രോൾ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അറ്റ് ദ മൊമെൻറ്റ് ദ ഡീവിയേഷൻസ് ടേക്സ് പ്ലേസ് ഇറ്റ് വിൽ ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റീസൺ ആൻഡ് കറക്റ്റീവ് മെഷേഴ്സ് ആർ ടേക്കൺ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ വർക്കേഴ്സിനെ സംബന്ധിച്ച് അത് വളരെ ആശ്വാസകരമാണ്. അത് അവരെ മൊറേൽ കൂട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല, കാരണം തെറ്റ് വന്നാൽ അറിയാം, അതപ്പോൾ തന്നെ തിരുത്തി അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ക്ലിയർ. അപ്പോൾ ഇത്രയാണ് ഇതെന്ന് പറയുന്നത് ദ അഡ്വാൻറ്റേജസ് ഓഫ് ദാറ്റ് ഈസ് നമ്മുടെ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓഫ് ദിസ് കൺട്രോളിംഗ് ആണ്, ദാറ്റ് ഈസ് സ്റ്റെപ്സ് ഇൻ കൺട്രോൾ പ്രോസസ്. അപ്പോൾ അത് ഒരു 5 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഉടനടി നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് ഹാസ് ടു ബി റിട്ടേൺ ഇൻ ദാറ്റ് ഓർഡറിൽ തന്നെ ചെയ്യണം. കാരണം അതിൽ പിന്നെ ചേഞ്ചസ് വരുത്താമെന്ന് പറയണമെങ്കിൽ ശരിയാവില്ല. ആ ഓർഡറിൽ തന്നെ കൃത്യമായിട്ടത് എഴുതി പോകണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക, അല്ലാതെ ലാസ്റ്റ് സ്റ്റെപ്പ് കൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് കൊണ്ട് ലാസ്റ്റ് സ്റ്റെപ്പ് കൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് ലാസ്റ്റ് ഒന്നും എഴുതിയാൽ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ആ സീക്വൻഷ്യലി തന്നെ എഴുതണം. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക 5 സ്റ്റെപ്സ് ആണുള്ളത് കേട്ടോ. കൺട്രോളിങ്ങിനകത്ത് എത്രയാണുള്ളത്? ദ കൺട്രോളിംഗ് പ്രോസസ് ഇൻക്ലൂഡ്സ് 5 സ്റ്റെപ്സ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് സ്റ്റെപ്സ്? ഞാനിപ്പോൾ അത് നമ്മൾ മുൻപ് എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് മൊഡ്യൂൾ 2-ലാണെന്ന് തോന്നുന്നു നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഹെഡിങ്സുകൾ മാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിലേക്കാണ് നമ്മളിവിടെ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. രണ്ടാമത് മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പയറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ്. എന്ത് ചെയ്യുന്നു? കമ്പയറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സെക്കൻഡ് സ്റ്റെപ്പിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എന്ത് ചെയ്തു? കമ്പയർ ചെയ്തു. ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈങ് ദ കോസസ് ഓഫ് ഡീവിയേഷൻ. അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ മനസ്സിലായി, അതിൻ്റെ കോസസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്? ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. അതായത് നാലാമത്തെ സ്റ്റെപ്പിൽ ഡീവിയേഷനുള്ള കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് ഏത് സ്റ്റെപ്പിലാണ്? ആക്ഷൻ എടുക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഓക്കെ, ലെറ്റ് us എക്സ്പ്ലെയിൻ ഈച്ച് എന്താണ് സ്റ്റെപ്പ്. നമുക്ക് ഓരോ സ്റ്റെപ്പുകളും നമുക്കൊരു ഭയങ്കര എക്സ്പ്ലനേഷനിലേക്കൊന്നും പോയില്ലെങ്കിലും അത് ഓരോന്നും എന്താണെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാം. എന്താണ്? അപ്പോൾ നമ്മൾ ദാറ്റ് ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഫസ്റ്റ് സ്റ്റേജ് ഓർ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് കൺട്രോൾ, ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇത്രയും നേരം ക്ലാസ് കേട്ടവരൊക്കെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എന്താണ് ഇപ്പോഴും ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ കൃത്യമാക്കാൻ പോവുകയാണ് എന്താണ് സ്റ്റാൻഡേർഡ് എന്നുള്ളത്. ഈ സ്റ്റാൻഡേർഡ് എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് ആക്ട് ആസ് എ റെഫറൻസ് ലൈൻ ഓർ എ ബേസിസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. അതായത് ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യുന്ന ഒരു റെഫറൻസ് ലൈൻ വെക്കും. നമ്മളൊരു ലൈൻ അവിടെ അങ്ങോട്ട് നോക്കിയിട്ട് അതേപോലെ ആവുന്നുണ്ടോ? നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യില്ലേ, ചിലപ്പോൾ നമ്മൾ ചില ചിത്രം വരയ്ക്കുമ്പോൾ പിന്നെ ചില സാധനങ്ങൾ നമ്മൾ യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതേപോലെ ആവുന്നുണ്ടോ നോക്കില്ലേ. അപ്പോൾ ആ യൂട്യൂബിലുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. അപ്പോൾ അതേപോലെ ആവാനാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അങ്ങനെയുള്ള ഒരു റെഫറൻസ് ലൈനോ അല്ലെങ്കിൽ ഒരു ബേസിസ് ഓഫ് ഇവാലുവേഷൻ, നമ്മുടെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒന്ന് നോക്കിയിട്ടാണല്ലോ നമ്മുടെ സംഭവം നമ്മൾ എന്ത് ചെയ്യുക, ഒരു വിശകലനം അല്ലെങ്കിൽ ഒന്ന് ഇവാലുവേറ്റ് അനലൈസ് ചെയ്യാം. അപ്പോൾ അതിനുള്ളതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? അതായത് ആക്ച്വൽ പെർഫോമൻസിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെഫറൻസ് ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതായത് അത് റെഫർ ചെയ്തിട്ട് നമ്മൾ ഇത് ശരിയായോ തെറ്റായോ എന്ന് പറയും കേട്ടോ. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പറയുന്നത് അതിനെക്കുറിച്ച്? ഇറ്റ് സെർവ്സ് ആസ് ദ ക്രൈറ്റീരിയൻ ഓർ എ ടെസ്റ്റ് ഓഫ് പെർഫോമൻസ്. അതാണ് ക്രൈറ്റീരിയ. അതായത് ആ ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് എന്ത് ചെയ്യണത്? ദാറ്റ് ഈസ് മെഷർ ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസിലേക്ക് വരും. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് എന്നാണ് നമ്മൾ പഠിച്ചത്. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്ഡ് എന്നാണ് പറയുന്നത്. എന്താണെന്ന് പറയുന്നത്? നമുക്ക് ഒരു ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് കോണ്ടെക്സ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അച്ചീവ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ്സ് ആണ് സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ക്ലിയർ ആയോ? അച്ചീവ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആർ നോംസ് towards which performance has to be directed and the end results achieved എന്നാണ് പറയുന്നത്. എന്താണ് ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയുന്നത്? സ്റ്റാൻഡേർഡ്സ് ആർ നോംസ് ആണ് towards which performance has to be, അതായത് നമ്മുടെ പെർഫോമൻസ് ഡയറക്റ്റ് ചെയ്യേണ്ട നോംസ് എന്ന് പറഞ്ഞാൽ ചില നോംസിന് നമ്മൾ റൂൾസ് എന്നൊക്കെ പറയും കേട്ടോ. നമ്മുടെ എല്ലാ പെർഫോമൻസും ഡയറക്റ്റ് എൻഡ് റിസൾട്ട്സ് അച്ചീവ്ഡ്, അതുവഴി നമുക്ക് കിട്ടുന്ന എൻഡ് റിസൾട്ട് എന്താണ്, വാട്ട് ഈസ് ദ ഫൈനൽ റിസൾട്ട് എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് ആർ നോംസ് ടുവേർഡ്സ് വിച്ച് പെർഫോമൻസ് ഹാസ് ടു ബി ഡയറക്റ്റഡ് ആൻഡ് എൻഡ് റിസൾട്ട്സ് അച്ചീവ്ഡ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ ദ വേർഡ്സ് ഓഫ് കൂൺസ് ആൻഡ് ഓ ഡോണലിനനുസരിച്ച് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ആർ ദി എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ വിച്ച് ആക്ച്വൽ റിസൾട്ട്സ് ക്യാൻ ബി മെഷേർഡ്. അപ്പോൾ കൂൺസ് ആൻഡ് ഓ ഡോണൽ എന്താണെന്നാണ് പറയുന്നത്? സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രൈറ്റീരിയാസ് ആണ്. ക്രൈറ്റീരിയാസ് വയ്ക്കാൻ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞില്ല നമ്മൾ, അത് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ചില ക്രൈറ്റീരിയ ആണ്. അത് ആ ക്രൈറ്റീരിയയ്ക്ക് എഗെയിൻസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആക്ച്വലായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ മെഷർ ചെയ്യുന്നു. ആ ക്രൈറ്റീരിയ
ദാറ്റ് ഈസ് വേഴ്സസ് ദ ആക്ച്വൽ റിസൾട്ട്സ്. കണ്ടോ, അത് രണ്ടും കൂടി കമ്പയർ ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. ഇനി അപ്പോൾ ഇത്രയാണ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്താണെന്നാണ് പറയുന്നത്, പല രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് എത്രയുള്ളൂ, നമുക്ക് ഇത്ര നമ്പർ, ഇത്ര യൂണിറ്റ്സ്, ഇത്ര മാനവേഴ്സ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ദാറ്റ് ഇസ് ഫിസിക്കലാണ്. നമുക്ക് കൃത്യമായിട്ട് അളന്നിങ്ങെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ മോണിറ്ററി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോണിറ്ററി, അത് ഇത്ര രൂപയ്ക്ക് അല്ലേ, നമ്മൾ പറയില്ലേ എമൗണ്ട് ഓഫ് സെയിൽസ്, ഇത്ര റവന്യൂ വന്നു, ഇത്ര എക്സ്പെൻസ് വന്നു, ഇത്ര ഇൻകം വന്നു എന്നൊക്കെ പറയുന്നത് എന്താണ്, മോണിറ്ററി സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ ഈ മോണിറ്ററി സ്റ്റാൻഡേർഡ്സിനെയും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിനെയൊക്കെ ഒന്നിച്ച് വിളിക്കുന്ന ഒരു പേരാണ് ടാഞ്ചിബിൾ സ്റ്റാൻഡേർഡ്സ്. ടാഞ്ചിബിൾ എന്ന് അസറ്റ് എന്ന് വിളിക്കുന്ന ഓർമ്മയില്ലേ, വിച്ച് വി ക്യാൻ സീ അല്ലേ, ടച്ച്, സീ എന്നൊക്കെ പറയാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ടാഞ്ചിബിൾ. അപ്പോൾ രണ്ട് തരത്തിലുള്ള മനസ്സിലാക്കി വെക്കുക. മെയിൻലി ദർ ആർ 2 ബേസിക് ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. ഒന്ന് ടാഞ്ചിബിൾ സ്റ്റാൻഡേർഡ്സും മറ്റേത് ഏതായിരിക്കും, ഇൻടാഞ്ചിബിൾ സ്റ്റാൻഡേർഡ്സും. അപ്പോൾ ടാഞ്ചിബിൾ സ്റ്റാൻഡേർഡ്സിൽ പറയുന്നതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ മോണിറ്ററി സ്റ്റാൻഡേർഡ്സും. ഇനി എന്താണ് ഇൻടാഞ്ചിബിൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് കാണാൻ പറ്റില്ല, വിച്ച് വി കാൺ സീ, ടച്ച്, തൊടാനൊന്നും പറ്റാത്ത കാര്യങ്ങൾ. അതായത് എംപ്ലോയി മൊറേൽ, അത് നമുക്ക് തൊടാൻ പറ്റും. ഒരു എംപ്ലോയിയുടെ മൊറേൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റും, അത് വിത്തിൻ ഹിംസെൽഫ് ഓർ ഹെർസെൽഫിനകത്തുള്ള കാര്യമാണ് അല്ലേ. എംപ്ലോയിയുടെ മൊറേൽ, കസ്റ്റമേഴ്സിൻ്റെ റിയാക്ഷൻ, അങ്ങനെയുള്ളതൊക്കെ ഇൻടാഞ്ചിബിളാണ്, നമുക്ക് കാണാനും തൊടാനും ഒന്നും പറ്റാത്ത കാര്യങ്ങളാണെന്നാണ് പറയണത്. ബേസിക്കലി ഇത്രയും മനസ്സിലാക്കുക, 2 തരം സ്റ്റാൻഡേർഡ്സ്, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ ഫിക്സ് ചെയ്യാം, ഇൻഡിവിജ്വൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം, ഗ്രൂപ്പിന് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാം, ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർ ദി ഹോൾ ഓർഗനൈസേഷനും വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയോടെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മൊത്തം ഓർഗനൈസേഷന് തന്നെ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ സ്റ്റാൻഡേർഡിൽ എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്താൽ എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കണം എന്നാണ് പറയണത്, ഇറ്റ് ഷുഡ് ബി സിമ്പിൾ, വളരെ സിമ്പിളായിരിക്കണം, അറ്റൈനബിൾ ആവണം. അതായത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം എപ്പോഴും സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്. ഡെഫിനിറ്റ്, കൃത്യമായിട്ട് ഇതാണെന്ന് ഡെഫിനിറ്റ് ആയിട്ട് പറയണം. റീസണബിൾ ആയിരിക്കണം. ഇതന്നെ, അതായത് നമുക്ക് തോന്നുമ്പോൾ അയ്യോ ഇതെങ്ങനെ എന്നുള്ളതല്ല, ഒരു റീസണബിൾ ആയിട്ടുള്ള എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു റീസണബിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. ക്വാണ്ടിറ്റേറ്റീവ് ആവാനായിട്ട് ശ്രമിക്കുക. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുക. പിന്നെന്താണ് ഫ്ലെക്സിബിൾ ആവാൻ നോക്കുക. അത് കുറച്ചൊക്കെ ചിലപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡിൽ ഭയങ്കരമായ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതായിരിക്കണം. പിന്നെന്താണ് ഡിറ്റർമിൻഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ പീപ്പിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ദാറ്റ് ഇറ്റ് ഷുഡ് ബി ആക്സെപ്റ്റബിൾ ആയിരിക്കണം അല്ലേ. വർക്കേഴ്സിനും കൂടി അവരോടുമായിട്ടും കാരണം അവരാണ് അച്ചീവ് ചെയ്യേണ്ടവർ, അവരാണ് ഒബ്ജക്റ്റീവ്സിലേക്ക് കൊണ്ടെത്തിക്കേണ്ടത്. അപ്പോൾ അവരുമായിട്ട് എന്ത് ചെയ്യണം, കൺസൾട്ട് ചെയ്തതിന് ശേഷം ദാറ്റ് ഈസ് ഡിറ്റർമിൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് പീപ്പിൾ ഹു ആർ ടു അച്ചീവ് ഇറ്റ്. അത് അച്ചീവ് ചെയ്യുന്നവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാനായിട്ട്. ഇനി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ദാറ്റ് ഈസ് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്, ദാറ്റ് ഈസ് മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് അല്ലേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റാൻഡേർഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റേജിലേക്ക്, അപ്പോൾ ആദ്യം ഇത് കഴിഞ്ഞാലാണ് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. അതാണ് എന്തെന്ന് പറയുന്നത്, മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദി കൺട്രോൾ പ്രോസസ് ഇസ് ദി മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് വേരിയസ് ഇൻഡിവിജ്വൽസ് ആവാം, ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ്സ് ആവാം, ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കാം, ഓർ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ, എല്ലാവർക്കും ഉള്ളതായിരിക്കാം കേട്ടോ. അത് ആ രീതിയിലാണ് ആരുടെ ആയാലും ശരി അത് മെഷർ ചെയ്യുക എന്നുള്ളതാണെന്നാണ് പറയണത്. അതായത് ദാറ്റ് ഈസ് എന്താണ് ഈ മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് മീൻസ് ദി ഇവാലുവേഷൻ ഓഫ് ദി വർക്ക് ഡൺ ആൻഡ് ദ റിസൾട്ട്സ് അച്ചീവ്ഡ്. അതായത് നമ്മൾ അച്ചീവ് ചെയ്ത റിസൾട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിനെയോ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണ്, നമ്മളൊന്ന് വിലയിരുത്തുന്നതാണ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യണമെന്നാണ് പറയണത്. ഇറ്റ് ഇൻവോൾവ്സ് ലേയിങ് ഡൗൺ ഓഫ് മെത്തേഡ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് പെർഫോമൻസ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് എങ്ങനെയാണ് നമ്മളിതിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇനി അതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്, അതിനെടുക്കേണ്ട മെത്തേഡ്സുകൾ എന്താണെന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അത് എടുക്കുന്നത് ഏത് സ്റ്റേജിലാണ്, ദാറ്റ് ഈസ് ഇൻ ദിസ് സ്റ്റേജിലാണെന്നാണ് പറയുന്നത്. ഇനി എന്താണ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ബൈ ഒബ്സർവേഷൻ വഴി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒബ്സർവ് ചെയ്തിട്ടായിരിക്കാം, ഇൻസ്പെക്ട് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ വന്ന് പരിശോധിക്കാം, ഇൻസ്പെക്ഷൻ നടത്തിയിട്ടായിരിക്കാം, റിപ്പോർട്ടിംഗ് നടത്തിയിട്ടായിരിക്കാം. നമ്മളെല്ലാ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു, റിപ്പോർട്ട് കൊടുത്തുന്നത് റിപ്പോർട്ട് അനലൈസ് ചെയ്യുന്നു, അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്.
ഈ മെഷർമെൻറ്റ് തന്നെ 2 തരത്തിൽ നടത്താം. ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റും നടത്താം, ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റും നടത്താം. മനസ്സിലാക്കി വെക്കുക. ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റും നടത്താം, ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റും നടത്താമെന്നാണ് പറയണത്. എന്താണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ? ദാറ്റ് ഈസ്, നമുക്കത് ഞാൻ പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് വിച്ച് ക്യാൻ ബി മെഷേർഡ്. നമുക്ക് എളുപ്പം മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ ഫോർ സ്റ്റാൻഡേർഡ് സെറ്റ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. കണ്ടോ, ന്യൂമറിക്കൽ ടേംസിൽ, അതായത് ഇത്ര യൂണിറ്റ്സ്, ഇത്ര കിലോഗ്രാം, ഇത്ര മില്ലിഗ്രാം, കണ്ടോ, യൂണിറ്റ്സിൽ കൃത്യമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഇത്ര റുപ്പീസിനുള്ളത് കൃത്യമായിട്ട് യൂണിറ്റ്സിൽ പറയാൻ പറ്റുന്നത്. ആ രീതിയിലാണ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെഷർമെൻറ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് വെൻ ദ സ്റ്റാൻഡേർഡ് സെറ്റ് ഇൻ ന്യൂമറിക്കൽ ടേംസിലാണെങ്കിൽ. അപ്പോൾ ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ ഇൻ നമ്പേഴ്സ്, യൂണിറ്റ്സ്, അതൊക്കെ ന്യൂമറസ് ആണ്, നമ്പേഴ്സ് അല്ലേ, ന്യൂമറിക്കൽ ആണെന്നുണ്ടെങ്കിൽ. അതേസമയം എന്താണ്, ചില സമയത്ത് നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷർമെൻറ്റുകൾ എടുക്കേണ്ടതായിട്ട് വരും. അത് നമുക്ക് എന്താണ്, ദാറ്റ് ഈസ് ന്യൂമറിക്കൽ ടേംസിൽ സെറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും എന്തിലുണ്ടായിരിക്കുക, ക്വാളിറ്റേറ്റീവ്ലി മെഷർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ വർക്കേഴ്സ്, ഇത്ര ശതമാനം പോസിറ്റീവ്, ഇത്ര, അങ്ങനെ നമുക്ക് ഇത്ര നമ്പർ ഓഫ് പോസിറ്റീവ്സ് ആണ്, ഇത്ര നമ്പർ ഓഫ് നെഗറ്റീവ്സ് ആണെന്നൊക്കെ പറയാൻ പറ്റില്ല. ആറ്റിറ്റ്യൂഡ്സ് ഓഫ്, അതുപോലെ തന്നെ മൊറയിൽ, എംപ്ലോയീസിൻ്റെ മൊറയിൽ, ഇതൊന്നും നമുക്ക് ശരിക്കും കൃത്യമായിട്ട് എണ്ണിയെടുക്കാനായിട്ട് സാധിക്കില്ല. കണ്ടോ, എണ്ണിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നതാണ് പറയണത്, ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ്ലി എന്ത് ചെയ്യണം, മെഷർ ചെയ്യേണ്ടതായിട്ട് വരും. സാധാരണയായിട്ട് ക്വാളിറ്റേറ്റീവ്ലി മെഷർ ചെയ്യണത് ചില ടെസ്റ്റുകളും ചില സർവേസൊക്കെ നടത്തും. അങ്ങനെയാണ് ക്വാളിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ദ പെർഫോമൻസ് മെഷേർഡ് ഷുഡ് ബി നോട്ടഡ് ആൻഡ് എ കോംപ്രഹെൻസീവ് റിപ്പോർട്ട് റിഗാർഡിംഗ് ദ ആക്ച്വൽ റിസൾട്ട്സ് പ്രിപ്പയർഡ്. അപ്പോൾ ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റോ ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റോ ഏതാണെന്നുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചെയ്യുന്നു. അതിനുശേഷം അവരെ പെർഫോമൻസ് മെഷർ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കും. ഓരോ വർക്കറിൻ്റെയും നോട്ട് ചെയ്ത് വെക്കും. അതിൻ്റെ അനുസരിച്ച് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഇവിടെ വരെ ക്ലിയർ ആയില്ലേ? ഇനി എന്ത് ചെയ്യാമെന്നാണ് പറയണത്, സാധാരണയായിട്ട് ഈ പറയുന്ന ദാറ്റ് ഈസ് മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയണതിൽ, അത് സാധാരണയായിട്ട് എപ്പോഴും നടത്തുക ദാറ്റ് ഈസ് ഇൻ പീരിയോഡിക് ആയിട്ടുള്ള ഇൻ്റർവെൽസിലായിരിക്കും. എപ്പോഴും നടത്തില്ല, ഒരു കൃത്യമായിട്ടൊരു പീരിയോഡിക്കൽ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കൃത്യം നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞാൽ ഇൻ്റർവെൽ ഉണ്ട് അല്ലേ, അത് എപ്പോഴും ഒരുപോലെ തന്നെയാണ്. അല്ലാണ്ട് ഒരു ദിവസം ആദ്യത്തെ അവറുണ്ടായി, രണ്ടാമത്തെ അവർ ഇൻ്റർവെല്ലില്ല, അങ്ങനെയല്ല. എല്ലാ ദിവസവും ഒരു ടൈം ടേബിൾ പോലെ തന്നെ എപ്പോഴാണ് ഇൻ്റർവെല്ലിൻ്റെ ടൈമെങ്കിൽ ആ ഇൻ്റർവെല്ലിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഈ മെഷർമെൻറ്റ് സാധാരണ ഈ മെഷർമെൻറ്റും റിപ്പോർട്ടിങ്ങും നടത്തുക എപ്പോഴും ഒരു പീരിയോഡിക്കൽ ഇൻ്റർവെൽസിലായിരിക്കാം. അത് ചിലപ്പോൾ വീക്കിലി നടത്തുന്നുണ്ടായിരിക്കാം, മന്ത്ലി ആയിരിക്കാം, ക്വാർട്ടർലി ആയിരിക്കാം, സെമി ആനുവലി ആയിരിക്കാം, ഇയർലി ആയിരിക്കാം കേട്ടോ. ഏതാണെന്നുണ്ടെങ്കിൽ അത് ദാറ്റ് ഈസ് ദ ഓർഗനൈസേഷൻ വിൽ ഡിസൈഡ്, ഓർഗനൈസേഷൻ അത് ഡിസൈഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസിൽ നമുക്ക് പറയാനുള്ളത്. അതാണ് സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു, നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്തു. മൂന്നാമത് എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഈ ആദ്യത്തെ 2 സ്റ്റെപ്പുകളെയും കൂടി ഒന്ന് കമ്പയർ ചെയ്യണം. ദാറ്റ് ഈസ് അല്ലേ, അപ്പോൾ കമ്പയറിങ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദി സ്റ്റാൻഡേർഡ്സ്, അതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് കമ്പയറിങ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് 2 സ്റ്റെപ്സ്. ഇതിനകത്ത് 2 സ്റ്റെപ്സ് ആണുള്ളത്. അതായത് കമ്പയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ സ്റ്റേജിനകത്ത് മെയിൻലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റെപ്സ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫൈൻഡിങ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ. അതായത് മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡീവിയേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ആ ഡീവിയേഷൻ്റെ എക്സ്റ്റെൻറ്റ് എത്ര, അതായത് ഇപ്പോൾ എത്ര ശതമാനം മാറ്റം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര നമ്പറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര കിലോഗ്രാമിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ എത്ര മാൻ അവേഴ്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അതിൻ്റെ എക്സ്റ്റെൻറ്റ് എത്രമാത്രം, അതിൻ്റെ എക്സ്റ്റെൻറ്റ് കണ്ടുപിടിക്കുന്നു. ആൻഡ് ദ സെക്കൻഡ് എന്താണ് അതിലുള്ളതെന്നാണ് പറയുന്നത്, ഐഡൻറ്റിഫൈങ് ദ കോസസ് ഓഫ് സച്ച് ഡീവിയേഷൻ. രണ്ടാമത് എന്താണ് ചെയ്യുന്നത്, അപ്പോൾ എത്രമാത്രം ഡീവിയേഷൻ വ്യത്യാസം വന്നിട്ടുണ്ട്, ഇനി ഈ വ്യത്യാസം വന്നത് എന്തുകൊണ്ടാണ്. ഈ 2 കാര്യങ്ങളാണ് തേർഡ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കമ്പാരിസൺ ഈസ് ഈസി വേർ സ്റ്റാൻഡേർഡ്സ് ഹാവ് ബീൻ സെറ്റ് ക്വാണ്ടിറ്റേറ്റീവ്ലി അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ പറഞ്ഞിരുന്നു 2 തരത്തിൽ സെറ്റ് ചെയ്യാം അല്ലേ. ക്വാണ്ടിറ്റേറ്റീവ്ലി സെറ്റ് ചെയ്യാം, ക്വാളിറ്റേറ്റീവ്ലി സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ക്വാണ്ടിറ്റേറ്റീവ്ലി ആണ് സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ എളുപ്പമാണ് അല്ലേ. 100 യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വർക്കർ ചെയ്ത് 90 യൂണിറ്റ്സ് ആണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ദർ ഇസ് എ 10 യൂണിറ്റ്സിൻ്റെ കുറവ് വർക്കറിൻ്റെ കയ്യിലുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ്ലി ആണ് എങ്കിൽ ഇറ്റ് ഈസ് വെരി മച്ച് ഈസി ടു മേക്ക് എ കമ്പാരിസൺ എന്നുള്ളതാണ്. പക്ഷേ ക്വാളിറ്റേറ്റീവ് ആയിരിക്കുമ്പോൾ അത് അത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പേഴ്സണൽ ഒബ്സർവേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്പെക്ഷൻ നടത്തണം, ചില റിപ്പോർട്ടുകൾ. അപ്പോൾ കുറച്ചും കൂടി പണി കൂടുതലുള്ള, ആക്ടിവിറ്റീസ് കൂടുതലുള്ളതാണ് ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്.
ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഒരു സ്ലൈഡൊക്കെ ഞാൻ ഇടാം കേട്ടോ, കൃത്യമായിട്ട് ഞാൻ സ്ലൈഡ് ഇട്ട് തരാം, ഒരു ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് ഫ്ലോ ചാർട്ട് ഞാൻ ഇട്ട് തരുന്നുണ്ട്. ഇനി പറയുകയാണ് ഇപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റേജിൽ തന്നെ നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ്. ഇത് പെർഫോമൻസ് മാച്ചസ് ദ സ്റ്റാൻഡേർഡ്സ്. അതായത് 100 യൂണിറ്റ്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഒരു വർക്കർ, എന്ന് പറഞ്ഞ വർക്കർ 100 യൂണിറ്റ്സ് ഉണ്ടാക്കി. അയാളുടെ സ്റ്റാൻഡേർഡും ആക്ച്വൽ പെർഫോമൻസും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എവറിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ. അപ്പോൾ 100 മാച്ചായി വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, ഓക്കെ എല്ലാം നമ്മുടെ നിയന്ത്രണത്തിനുള്ളിലാണ്, കാരണം ഒരു ഡീവിയേഷൻ എവിടെയും വന്നിട്ടില്ല, ഓൾ അണ്ടർ ദി കൺട്രോൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇഫ് പെർഫോമൻസ്, എപ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്, ഇഫ് പെർഫോമൻസ് ഫോൾ ഷോർട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് വി ഷുഡ് ഫൈൻഡ് ഔട്ട് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ. ഇനിയിപ്പം സ്റ്റാൻഡേർഡിന് മീതൊക്കെ ആയാലും ഒരു പരിധി വരെ കുഴപ്പമില്ല, ഒരു പരിധിക്ക് അപ്പുറം വന്നാൽ ആലോചിക്കും ക്വാളിറ്റിയിൽ വല്ല മോശം വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ഈക്വൽ ആണെങ്കിൽ നോ പ്രോബ്ലം ആണ്. താഴത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്റ്റെൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. എത്ര ശതമാനം താഴത്തേക്ക് വന്നു അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് കുറവാണ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നതാണ് പറയണത്. ഇനി ഈ സ്റ്റേജിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഇൻ ദ കൺട്രോൾ പ്രോസസ്സിൽ എപ്പോഴും മനസ്സിലാക്കി വെക്കുക, ഒരു പെർമിസിബിൾ ലിമിറ്റ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഡീവിയേഷൻ വരുത്താനായിട്ട് ഒരു പെർമിസിബിൾ ലിമിറ്റ്, അത് അനുവദിച്ചിട്ടുണ്ടാവും. ഇത്രയൊക്കെ നിങ്ങൾക്ക് ചെറിയ ഇപ്പോൾ ഒരു 2% 1% ഒക്കെ നിങ്ങൾ ഡീവിയേറ്റ് ചെയ്താലും ഇറ്റ്സ് ഓക്കെ എന്നുള്ള ഒരു പെർമിസിബിളായിട്ട് ഇത്രയും വ്യത്യാസം വരാം. അത് ചിലപ്പോൾ ആ ചെയ്യുന്ന ജോലിയിൽ ഓരോരുത്തരും ചെയ്യുന്ന സ്പീഡ് അനുസരിച്ചിട്ടോ ഒക്കെ ആയിരിക്കും അല്ലേ. ചിലപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ പോയിന്റ് വൈസ് ഒക്കെ ചില വ്യത്യാസങ്ങൾ വരും അല്ലേ. അപ്പോൾ നമ്മളത് പെർമിസിബിളാണ് അങ്ങനത്തെ ചില ഡീവിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്നാണ് പറയുന്നത്, എ പെർമിസിബിൾ ലിമിറ്റ് ഫോർ ഡീവിയേഷൻ ഈസ് യൂഷ്വലി അലൗഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, വെൻ ദ ഡീവിയേഷൻസ് ആർ വിത്തിൻ ദിസ് പെർമിസിബിൾ ലിമിറ്റിലാണ് ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 യൂണിറ്റ്സ് ഉണ്ടാക്കണം, പക്ഷേ അതിൽ ഒരു 1% അല്ലെങ്കിൽ ഒരു വ്യത്യാസം വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ദാറ്റ് ഈസ് 99 യൂണിറ്റ്സ് ആയാലും അവിടെ വലിയ ഡീവിയേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പെർമിസിബിൾ ഡീവിയേഷനുള്ളിലാണെന്നുണ്ടെങ്കിൽ ദെൻ ദർ ഈസ് നോ കോസ് ഓഫ് വറി എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ല. കാരണം അത് ഓൾറെഡി മാനേജ്മെൻറ്റ് നമുക്ക് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര ചെറിയ വ്യത്യാസം വന്നാലൊന്നും റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഓൾറെഡി മാനേജ്മെൻറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണ് അത് കുഴപ്പമാവുന്നത്, ബട്ട് ഇഫ് ഇറ്റ് ഗോസ് എബവ് ദി പെർമിസിബിൾ ലിമിറ്റ്, കണ്ടോ ലിമിറ്റിനേക്കാൾ കൂടുതൽ 1% വരെ ഡീവിയേഷൻ ആവാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് 2% ഡീവിയേഷൻ ആവാമെന്ന് വിചാരിക്കുക. അപ്പോൾ 100ൻ്റെ 2% എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, 2 യൂണിറ്റ് 100 യൂണിറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു, 2 യൂണിറ്റ് കുറഞ്ഞിട്ടുണ്ട്, 98 യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് വറീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദർ ഇസ് അവിടെ വറി ചെയ്യേണ്ടത് വരും. ബട്ട് ഇഫ് ഇറ്റ് ഗോസ് ബിയോണ്ട് ദാറ്റ് ദെൻ ഇറ്റ് കോൾസ് ഫോർ അർജൻറ്റ് ആക്ഷൻ. അപ്പോൾ 99 യൂണിറ്റ്സ് ആയിരുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ ആയിരുന്നു, ഒരു 1% നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2% മാറി 98 യൂണിറ്റ്സേ വന്നിട്ടുള്ളൂ എങ്കിൽ അത് ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള സ്റ്റേജ് തന്നെയാണ്, റിപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേജ് തന്നെയാണ്. ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ ചെയ്യണത്, ദാറ്റ് ഈസ് വി ആർ ഡൂയിങ് ഇൻ ദ തേർഡ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് കമ്പാരിസൺ ഓഫ് ദി ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദി സ്റ്റാൻഡേർഡ്. ക്ലിയർ. ഇനി നമ്മുടെ 4ാമത്തെ സ്റ്റേജ് എന്താണെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈങ് ദ കോസസ് ഓഫ് ഡീവിയേഷൻസ്. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അത് പെർമിസിബിൾ ആണോ നോക്കി, പെർമിസിബിൾ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു, പെർമിസിബിൾ അല്ല എങ്കിൽ അർജൻറ്റ് ആക്ഷൻ നമ്മളെടുത്തു. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്തുകൊണ്ട്, നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് എന്തുകൊണ്ട് 2 യൂണിറ്റിൻ്റെ കുറവ് വന്നു. 1 യൂണിറ്റ് വരെ കുറവ് വരാമായിരുന്നു, കുഴപ്പമുണ്ടാകുമായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ട്, വൈ ദർ ഈസ് ഷോർട്ടേജ് ഓഫ് 2 യൂണിറ്റ്സ് എന്നുള്ളതൊരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ അതാണ് പറയണത്. when the deviation between the plan and the actual performance is significant ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എടുത്ത് പറയത്തക്ക തന്നെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പിൻ പോയിൻറ്റഡ്, കൃത്യമായിട്ട് തന്നെ അതിനെ പിൻ പോയിൻറ്റ് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്, ഒരു ഡീറ്റെയിൽ അനാലിസിസ് തന്നെ നടത്തണം. ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വലിയ വിശദമായിട്ടൊരു ഒരു വാലുവേഷൻ, കൃത്യമായിട്ടൊരു വാലുവേഷൻ തന്നെ നടത്തണമെന്നാണ് പറയുന്നത്. എന്ത് കണ്ടുപിടിക്കാനാണ്, എന്താണ് ഇങ്ങനത്തെ ഡീവിയേഷൻസ് ഉണ്ടാവാനുള്ള കാരണം, അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തുമെന്നാണ് പറയുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. മേ ബി ഇറ്റ് ഡ്യൂ ടു എറേഴ്സ് ഇൻ പ്ലാനിങ് ആയിരിക്കാം, ഡിഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടായിരിക്കാം, കെയർലെസ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് എക്സെട്ര, മേ ബി എനി റീസൺസ് ആയിരിക്കാം. ഇതിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഈ പറഞ്ഞിട്ടുള്ള ഡീവിയേഷൻസ് വന്നിട്ടുണ്ടായിരിക്കാം. എനിവേ എന്ത് ചെയ്തിരിക്കണം, ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തിയിരിക്കണം ഇഫ് ഇറ്റ് ഈസ് അബവ് ദി പെർമിസിബിൾ ലിമിറ്റ്. അതാണ് നമ്മുടെ 4th സ്റ്റേജിൽ പറഞ്ഞിരുന്നത്, ഐഡൻറ്റിഫൈങ് ദ കോസസ് ഓഫ് ഡീവിയേഷൻ. ഓക്കെ. പിന്നെ നമുക്ക് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഡീവിയേഷൻ കണ്ടെത്തിയാൽ നമ്മൾ ഉടനടി പറഞ്ഞത് അർജൻറ്റ് ആക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5th സ്റ്റേജിൽ പറയുന്നതാണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. എന്താണ് പറയണത്, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. The last but most important step in the controlling process is
ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ എന്നാണ് പറയുന്നത്. അത് ലാസ്റ്റ് സ്റ്റേജാണ്, പക്ഷേ അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഇമ്പോർട്ടൻസ് അതിന് പറഞ്ഞിട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കൺട്രോളിങ് പ്രോസസ്സിലെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക എന്നാണ് പറയുന്നത്. ദീസ് ആർ ഇനീഷ്യേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫാക്ടേഴ്സ് കോസിങ് ഡീവിയേഷൻസ് ഫ്രം സ്റ്റാൻഡേർഡ്സ്. എങ്ങനെയാണ് ഈ കറക്റ്റീവ് മെഷേഴ്സ് നമ്മൾ തുടങ്ങണ്ടേ? എങ്ങനെ തുടങ്ങുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡിൽ നിന്ന് ഡീവിയേഷൻ വരാനുണ്ടായിട്ടുള്ള എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്നുള്ളതൊന്ന് വിലയിരുത്തും. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? മേ ബി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാനിങ്ങിലുണ്ടായ ബുദ്ധിമുട്ടുകളാണോ, ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വന്നപ്പോഴതാണോ, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് കുറഞ്ഞു പോയത് കൊണ്ടാണോ, എനിവേ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ആ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് ആദ്യം തന്നെ നോക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ദിസ് വിൻ ഇൻവോൾവ് ടേക്കിംഗ് ഡിസിഷൻസ് ബൈ ദി ടോപ്പ് മാനേജ്മെൻറ്റ്. എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് ദാറ്റ് ഈസ് ടു ബി ഡൺ ബൈ ദ ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. കാരണം പിന്നെ അത് ലോവറിൻ്റെ കയ്യിലോ മിഡിലിൻ്റെ കയ്യിലോ അല്ല, ഡയറക്ട്ലി ഗോ ടു ദ ഓണേഴ്സിൻ്റെ കയ്യിലേക്ക് അല്ലേ, ടോപ്പ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് അത് പോകുന്നു എന്നാണ് പറയണത്. അവരെന്ത് ചെയ്യും, ചിലപ്പോൾ അവർക്ക് തോന്നുകയാണ് പ്ലാനിങ്ങിൽ ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ പ്ലാൻ ഒന്ന് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ഒന്ന് റീമോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഡിഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ആണെങ്കിൽ അതൊന്നും കൂടി ഭംഗിയായിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ടെക്നിക്സിലേക്കൊക്കെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ കെയർലെസ് ഓപ്പറേറ്റീവ് പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ വർക്കേഴ്സിന് ചിലപ്പോൾ വാർണിംഗ് കൊടുക്കേണ്ടതായിട്ട് വരും. എനിവേ അവർ ആ കാരണം കണ്ടെത്തി അതിനുള്ള റെമീഡിയൽ മെഷേഴ്സ് എടുക്കുന്നതാണ് പറയുന്നത്. ഇറ്റ് മേ ബി ലൈക്ക് മോഡിഫിക്കേഷൻ ഓഫ് പ്ലാൻസിൽ മോഡിഫിക്കേഷൻ വരുത്താം, റീഫിക്സിങ് ഓഫ് ഗോൾസ് ഓർ സ്റ്റാൻഡേർഡ്സോ ഗോൾസോ റീഫിക്സ് ചെയ്യാം. പിന്നെന്താണെന്നാണ് പറയണത്, ചിലപ്പോൾ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് വർക്കേഴ്സിന് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ക്ലാരിഫിക്കേഷൻ ഓഫ് ഡ്യൂട്ടീസ് കൃത്യമായിട്ട് അവർക്ക് ഒന്നും കൂടി വിശദീകരിച്ച് കൊടുക്കും. നിങ്ങളുടെ ഡ്യൂട്ടി ഇന്ന കാര്യങ്ങളാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിശദീകരിച്ച് കൊടുക്കും. റീഅസൈൻ ചെയ്ത് കൊടുക്കാം വേറൊരു വ്യക്തിക്ക്, അല്ലെങ്കിൽ വേറൊരു ജോലി അവർക്ക് റീഅസൈൻ ചെയ്ത്, അല്ലെങ്കിൽ ഒന്ന് പ്ലാൻ മാറ്റി റീഅസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചില കറക്റ്റീവ് മെഷേഴ്സുകളൊക്കെ എടുക്കും. അതാണ് ദാറ്റ് ഈസ് ഡൺ ഇൻ ദി 5th സ്റ്റേജ് എന്ന് പറയുന്നത്. And it is to be important to note that corrective action is decided, it should be implemented promptly and effectively. അപ്പോൾ അതോടുകൂടി നമ്മുടെ സ്റ്റെപ്സ് കഴിഞ്ഞല്ലോ, എന്നാൽ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞു പോകരുത്. കറക്റ്റീവ് മെഷേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ എന്ന് പറയണതല്ല. ആ എടുത്ത മെഷേഴ്സ് എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ്. അതവിടെ എന്ത് ചെയ്യണം, നടപ്പിലാക്കണം. അതാണ് അതിൽ പറയണത്. ഇറ്റ് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് പ്രോംപ്റ്റ്ലി, കൃത്യമായിട്ട് തന്നെ വളരെ എഫിഷ്യൻ്റായിട്ടും അതവിടെ നടപ്പിലാക്കണം എന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ അവിടെ നടക്കുള്ളൂ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സക്സസ് ഉണ്ടാകുള്ളൂ എന്നാണ് പറയുന്നത്. ദർ ലൈസ് ദി സക്സസ് ഓഫ് ദി കൺട്രോൾ സിസ്റ്റം. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സ്റ്റെപ്സ് ഇൻ ദി കൺട്രോൾ പ്രോസസ് എന്നുള്ളത് കഴിഞ്ഞു. NB ആണ്, നന്നായി തന്നെ പഠിച്ച് വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഒരു അസൈൻമെൻറ്റ് തരാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് ഞാനീ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ എല്ലാവരും എല്ലാ ടോപ്പിക്സുകളും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്നാണ് ഓരോ അസൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് എടുത്ത ക്ലാസ്സുകളിൽ നിന്നാണ് തരിക. ഇത് നമുക്കവിടെ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മ വരണം. വൺ ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മളൊരു എക്സെപ്ഷൻ എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ, ഓർമ്മയുണ്ടോ? മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യം 5 മാർക്സിനോ 2 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺസെപ്റ്റ് ശരിയാണ്, പക്ഷെ ഒന്ന് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനും ഒന്ന് കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ഓർമ്മ വരുന്നില്ലെങ്കിൽ യു ഗോ ടു ദ ഫസ്റ്റ് മൊഡ്യൂൾ ആൻഡ് റീഡ് ഇറ്റ് കേട്ടോ. എന്നിട്ട് ഇവിടേക്ക് വന്നാൽ ഇത് പഠിച്ചെടുക്കാൻ ഒന്നുകൂടി എളുപ്പമുണ്ടായിരിക്കും. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഒരു ഓർഗനൈസേഷണൽ കൺട്രോളിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഓൺലി സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് ഫ്രം ദി സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ് മസ്റ്റ് ബി ബ്രോട്ട് ടു ദ മാനേജ്മെൻറ്റ്സ് അറ്റൻഷൻ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്, മേജറായിട്ടുള്ള ഡീവിയേഷൻസ് മാത്രം ആര് റിപ്പോർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ മതി, മാനേജ്മെൻറ്റ് അറ്റൻഷനിലേക്ക് കൊണ്ടുവന്നാൽ മതി. അല്ലാതെ ചെറിയ ആയിട്ടുള്ള മൈന്യൂട്ടായിട്ട് നമ്മൾ പറഞ്ഞില്ല പെർമിസബിൾ ആയിട്ടുള്ള ചില ഡീവിയേഷൻസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും എന്ത് ചെയ്യണ്ട, മാനേജ്മെൻറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനിലും പഠിച്ചില്ല കേട്ടോ. ഒന്ന് റെഫർ ചെയ്ത് നോക്കുക എന്താണെന്നുള്ളത്. അതാണ് അതിൽ പറയുന്നത്. വളരെ വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡീവിയേഷൻസ് മാത്രം ആരെ റീച്ചാൽ മതി, മാനേജ്മെൻറ്റ് അറ്റൻഷനിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നാണ് പറയണത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളും തന്നിട്ടുണ്ട്. ഞാൻ ആ എക്സാമ്പിൾ വായിക്കാം. അപ്പോൾ നിങ്ങളും അത് കൃത്യമായിട്ട് ആ എക്സാമ്പിൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് വായിച്ചു വയ്ക്കുക കേട്ടോ. For instance, suppose a quality control standard has been established according to which 5% defects per 100 units produced are permissible. അപ്പോൾ എന്താണെന്നാണ് പറയണത്, 100 യൂണിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 5 ദാറ്റ് ഈസ് എന്ത് ചെയ്യാം,
5% വരെ കുഴപ്പമില്ല, ഡീവിയേഷൻ വന്നാലും കുഴപ്പമില്ല. അതായത് 100 ആണ് നമ്മൾ യൂണിറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 95 യൂണിറ്റ്സ് വരെ എത്തിയാലും വലിയ കുഴപ്പമില്ല, 5 യൂണിറ്റ്സിലേക്ക് എത്തിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. കാരണം പറഞ്ഞിട്ടുള്ളത് 5% ഡിഫക്റ്റ് വരാം. 5% ഡിഫക്റ്റ് വന്നുകൊണ്ട് ആരും ഒരു റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാനോ പോകുന്നില്ല എന്നാണ് പറയണത്. ആൻഡ് അക്കോർഡിംഗ് ടു ദി കൺട്രോൾ ബൈ എക്സെപ്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡീവിയേഷൻസ് മാത്രം ആർക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി, മാനേജ്മെൻറ്റിന്, ടോപ്പ് മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 5 യൂണിറ്റിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ആരെ അറിയിക്കേണ്ട കാര്യമില്ല, ടോപ്പ് മാനേജ്മെൻറ്റ് അറിയിക്കേണ്ട. ഇറ്റ് വിൽ ബി ഹാൻഡിൽഡ് ബൈ ഇവരുടെ സൂപ്പർവൈസേഴ്സ് തന്നെ. അത് എന്തെങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്തോളും, അവരത് എന്ത് ചെയ്തോളും, കണ്ടുപിടിച്ചോളും എന്നുള്ളതാണ് പറയണത്. പക്ഷേ ചെയ്യാണ് ഓൺലി സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ നിങ്ങളുടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് സെയിം മോർ ദാൻ 5 ഡിഫക്ട്സ് പെർ 100. അപ്പോൾ 100 യൂണിറ്റ്സിന് 5% ഡിഫക്റ്റ് വരാമെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ 100 യൂണിറ്റ്സിന് ഫോർ എക്സാമ്പിൾ 6% ഡിഫക്റ്റ് വന്നു. എന്താണ് ഉണ്ടായത്, അതായത് 94 യൂണിറ്റ്സേ കിട്ടിയുള്ളൂ, 94 യൂണിറ്റ്സേ കിട്ടിയുള്ളൂ എങ്കിൽ, അതായത് 95 വരെ കുഴപ്പമുണ്ടാകുമായിരുന്നില്ല, പക്ഷേ 94, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ അത് വന്നാൽ എന്താണ്, ഒരു സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻ ആണെന്നാണ് പറയണത്. ദെൻ ഇറ്റ് മസ്റ്റ് ബി ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ദ മാനേജറുടെ ഇതിലേക്ക് എന്തുകൊണ്ടുവരണം, അറ്റൻഷനിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമാണെന്നാണ് പറയണത്. ദ എക്സെപ്ഷൻ പ്രിൻസിപ്പിൾ ഹാസ് ബിൻ ഡിവൈസ് ടു സേ, ഇത് എന്തിനാണ് ഈ ഒരു എക്സെപ്ഷൻ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്, മാനേജറുടെ ടൈമും അവരുടെ എഫേർട്ടും ടാലൻ്റും ഒക്കെ ഒന്ന് എന്ത് ചെയ്യാനായിട്ട്, ഒന്ന് സേവ് ചെയ്യാനായിട്ട്. കാരണം അല്ലെങ്കിൽ എല്ലാ സമയത്തും ഇങ്ങനെ ചെറിയ ഡീവിയേഷൻ ഉണ്ടാകുമ്പോൾ മാനേജറുടെ അടുത്തേക്ക് ഓടിയാൽ മാനേജർക്ക് ഇത് മാത്രം ഹാൻഡിൽ ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ, വേറെ കാര്യങ്ങൾ നോക്കാനുള്ള സമയം ഉണ്ടായെന്ന് വരില്ല. അതൊന്ന് മാനേജർക്ക് ഒന്ന് റിലാക്സേഷൻ കിട്ടാൻ, അദ്ദേഹത്തിൻ്റെ ടൈം വേറെ ഒരുപാട് കാര്യങ്ങൾ ഒരു മാനേജർക്ക് ചെയ്യാനുണ്ടായിരിക്കും അല്ലേ. ഹീസ് ദ പേഴ്സൺ ഓർ ഷീ ഈസ് ദ പേഴ്സൺ ഹു മാനേജസ് എന്നാണ് നമ്മൾ പറയുന്നത്. അവർക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ടൈമും അവരുടെ എഫേർട്ടും ടാലൻറ്റൊക്കെ ഒന്ന് സേവ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഒരു ദാറ്റ് ഈസ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല നമ്മൾ ഇത് യൂസ് ചെയ്യണത് ഈ ഒരു കാര്യം എപ്പോഴാണ് യൂസ് ചെയ്യണത്, ഓൺലി ഇൻ ദ കേസ് ഓഫ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ്. അത് നിർബന്ധമായും പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ. ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോൾ. എന്താണ് കൺട്രോളിൻ്റെ ലിമിറ്റേഷൻസ് എന്നുള്ളതാണ് നോക്കാം. അതായത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കൺട്രോളിൽ ആകെയുള്ള കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യുക, ഡീവിയേഷൻസ് കണ്ടുപിടിക്കുക, കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുക അല്ലേ. അപ്പോൾ അതിൽ പറയണത് ദാറ്റ് ഈസ് കൺട്രോളിൻ്റെ വൺ ഓഫ് ദി ലിമിറ്റേഷൻ ആയിട്ട് പറയണത് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു സെറ്റ് റാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് കൺട്രോൾ. അതായത് ഈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക നമ്മൾ പറഞ്ഞില്ലേ, ഈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ലോജിക്കായിട്ടുള്ള ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു നല്ല സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇറ്റ് ഈസ് വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. അത് തന്നെയാണ് അതിൻ്റെ വൺ ഓഫ് ദ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും എന്താണ് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. സെക്കൻഡ് എന്താണെന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ഡീവിയേഷൻസ് ഓൺ സ്പെസിഫിക് ഇൻഡിവിജ്വൽസ്. അപ്പോൾ കൺട്രോളിങ് നമ്മൾ ചെയ്യണത് എന്താണ്, കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നു അല്ലേ. അങ്ങനെ ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരാളുടെ കുഴപ്പം കൊണ്ടാണ് ഡീവിയേഷൻ ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എപ്പോഴും ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആവുമല്ലേ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇന്ന ആൾ കാരണം കൊണ്ടാണ് ഉണ്ടായത് അല്ലെങ്കിൽ മറ്റേ ആൾ കാരണം കൊണ്ടാണ് ഉണ്ടായതെന്ന് പറയാനായിട്ട് അത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൺട്രോളിങ്ങിൻ്റെ വൺ ഓഫ് ദി ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് എന്താണ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ഗവൺമെൻറ് പോളിസി, സോഷ്യൽ ചേഞ്ചസ് എക്സിട്ര ആർ ബിയോണ്ട് ദ പെർവ്യൂ ഓഫ് കൺട്രോൾ. അപ്പോൾ നമുക്ക് ഒരുവിധം കാര്യങ്ങളിലൊക്കെ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാം. പക്ഷേ ഗവൺമെൻറ് പോളിസി ഒരു ഓർഗനൈസേഷൻ പറഞ്ഞാൽ ശരിയാവുന്ന കാര്യമാണോ, അത് ഗവൺമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അല്ലെ, ഗവൺമെൻറ് കൊണ്ടുവരുന്ന പോളിസീസാണ്. സോഷ്യലായിട്ടുണ്ടാകുന്ന സാമൂഹികപരമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ അതൊന്നും നമുക്ക് കൺട്രോളിങ്ങിൻ്റെ പെർവ്യൂവിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നാണ്, പ്രിവ്യൂവിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിൻ്റെ പെർവ്യൂവിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അത് കൺട്രോളിങ്ങിൻ്റെ വൺ ഓഫ് ദി ലിമിറ്റേഷൻ ആയിട്ട് പറയാം. പിന്നെ കൺട്രോളിങ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് പ്രോസസ് എന്നാണ് പറയുന്നത്. കാരണം ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണം. ഇങ്ങനെയല്ലേ ഒരുപാട് ആളുകളുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യണം, അവർക്കുള്ള സാലറിയും വേജസും കാര്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ കൺട്രോളിങ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഇറ്റ് ഇസ് ആൻ എക്സ്പെൻസീവ് പ്രോസസ് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, എംപ്ലോയീസ് മേ ഡിസ്ലൈക്ക് ആൻഡ് റെസിസ്റ്റ് ദ കൺട്രോളിങ് മെക്കാനിസം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലേ, എംപ്ലോയീസിൻ്റെ അവരുടെ വിചാരം അവരെ നിയന്ത്രിക്കാനായിട്ടാണ് കൺട്രോളിങ് മെഷേഴ്സ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും നമുക്ക് നിയന്ത്രിക്കാൻ ഇഷ്ടമില്ല അല്ലേ, നമ്മളെ ആരും നിയന്ത്രിക്കണം ഇഷ്ടമില്ല. അപ്പോൾ എപ്പോഴും കൺട്രോളിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. എംപ്ലോയീസിന് അത് ഇഷ്ടമാവില്ല. അവരെന്ത് ചെയ്യും, ആ കൺട്രോളിങ് മെക്കാനിസം കൊണ്ടുവരുന്നതിന് അവർ
പരമാവധി അതിനെ റെസിസ്റ്റ് ചെയ്യും, അതിനെ തടുക്കാനായിട്ട് അവർ നോക്കും. അപ്പോൾ അത് അതിൻ്റെ വൺ ഓഫ് ഇറ്റ്സ് ലിമിറ്റേഷൻ ആണ്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, കൺട്രോളിങ് മേ സം ടൈംസ് ആക്ട് ആസ് എ ഡിസ്ഇൻസെൻറ്റീവ് ആസ് എംപ്ലോയീസ് ഫീൽ സാറ്റിസ്ഫൈഡ് വിത്ത് ദി അറ്റൈൻമെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡു നോട്ട് ട്രൈ ടു എക്സീഡ് ദ സ്റ്റാൻഡേർഡ്സ്. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അത് കുറച്ച് ലോങ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമല്ലോ, അപ്പോൾ എംപ്ലോയീസ് വിചാരിക്കാം ആ സ്റ്റാൻഡേർഡ് അങ്ങോട്ട് അച്ചീവ് ചെയ്താൽ മതിയല്ലോ, അത്രയല്ലേ ഞങ്ങൾക്ക് വേണ്ടോ. അപ്പോൾ അവരുടെ ശരിക്കും പറയുകയാണെങ്കിൽ അത് അങ്ങോട്ട് അച്ചീവ് ചെയ്ത് അവർ മിണ്ടാതിരിക്കും. പക്ഷേ അവർക്ക് ചിലപ്പോൾ അതിനും കൂടുതൽ കഴിവുള്ളവരായിരിക്കാം, സ്റ്റാൻഡേർഡിന് അപ്പുറത്തേക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നവരായിരിക്കാം, അത് അവർ ചെയ്യില്ല. അതാണ് പറഞ്ഞത്, ഇറ്റ് സം ടൈം ആക്ട് ആസ് എ ഡിസ്ഇൻസെൻറ്റീവ്. അവർക്കൊരു മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നില്ല എന്നാണ് പറയണത്. അതായത് സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്തു, ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നമുക്ക് ഇതിനുള്ള വില തരണമല്ലോ, സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ആൻഡ് അവർ എന്ത് ചെയ്യില്ല എന്നാണ് പറയുന്നത്, ദേ ഡു നോട്ട് ട്രൈ ടു എക്സീഡ് ദ സ്റ്റാൻഡേർഡ്സിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് അവർ എന്ത് ചെയ്യുന്നില്ല, അവർ ശ്രമിക്കാറില്ല എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് ഇനി അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൺട്രോളിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്, മെയിനായിട്ട് കുറച്ച് ടോപ്പിക്സുകൾ പറയാനുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു.